കഥകൾ എത്രയോ കണ്ടും കേട്ടും തൊട്ടറിഞ്ഞും പതിഞ്ഞു മങ്ങിയിരിക്കുന്നു ഈ നനുത്ത താഴ്വരയുടെ ഈറന്നെച്ച്. സൗഹൃദങ്ങളുടെ, പ്രണയത്തിൻ്റെ, വിരഹത്തിൻ്റെ, പിന്നെ കണ്ടുമുട്ടലുകൾ, കൂടിച്ചേരലുകൾ, എന്നേക്കുമായി വിട പറഞ്ഞകലെന്നവർ. പിന്നെയും ഒരിക്കൽ വീണ്ടും അനുഭൂതികളുടെ ഓർമ്മകൾ ഒരിക്കൽ കൂടി ഒപ്പിയെടുക്കാനായി ഇവിടം തിരിഞ്ഞ് വീണ്ടും മടങ്ങിയെത്തുന്നവർ. ഇനിയും പ്രണയം, സൗഹൃദം, രതി, കണ്ണീരും ചിരിയും, കിന്നാരം പറച്ചിലുകളും, അങ്ങനെ അങ്ങനെ അങ്ങനെ. ശ്രീലത സെമിനാർ ക്ലബ് ഹാളിലേക്ക് തന്നെ ഷിഫ്റ്റ് ചെയ്തു. റിച്ച് മൗണ്ട് ഹാളിൽ അത്രയ്ക്ക് ആൾക്കാർ കൊള്ളില്ല. ഇതാ സൗകര്യം. സോ വേഗം പുറപ്പെടേണ്ടി വരും. ഓക്കെ. പിന്നെ ഒന്നും എടുക്കാൻ മറക്കണ്ട. രാത്രി അവിടെ ആയിരിക്കും സ്റ്റേ. അല്ല, ദൂരം കുറച്ച് പോകാനുണ്ടേ. ബാക്കി എല്ലാവരും ഓൾറെഡി പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ. ശരി, ഞാൻ റെഡിയാണ്. എന്തിനാവും ഏകനായ ആ സഞ്ചാരിയുടെ രൂപം, സുന്ദരമായ ആ കണ്ണിണകളിൽ ഇത്രയും ആഴ്ന്നു പതിഞ്ഞത്? ഇവിടെ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വന്നതാ. ഒരു ബൊട്ടാണിക്കൽ സർവേ സെമിനാർ. ഇവിടെ തന്നെ 2 ദിവസമായി. ഇന്ന് ഷിഫ്റ്റ് ചെയ്യാം. നമ്പർ മാറിയിട്ടില്ല, പഴയ തന്നെ. എന്താ ഇവിടെ? ഇടയ്ക്ക് വരാറുണ്ട് ഇവിടെ. ഒരു ബിസിനസ് മീറ്റിംഗ് നാളെ. പിന്നെയും ചുരുങ്ങിയ നിമിഷങ്ങളിൽ അവർ എന്തൊക്കെയോ സംസാരിച്ചു പിരിഞ്ഞു. ഏറെ വൈകും മുൻപേ എന്തൊക്കെയോ കാരണങ്ങൾ പറഞ്ഞ് അവൾ അവളുടെ കൂട്ടാളികളോട് യാത്ര പറഞ്ഞു തിരികെ. നമസ്കാരം സാർ. സാർ, റിലേഷൻ വിത്ത് റൂംമേറ്റ്സ്.
ഇതുണ്ടോ? എന്ന് തുടങ്ങി ഈ ശീലം? ശീലങ്ങൾ ആരും അറിഞ്ഞുണ്ടാക്കിയെടുക്കുന്നൊന്നുമല്ലല്ലോ. സാഹചര്യങ്ങൾ അത്തരത്തിലൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ കൂടെ കൂടും. ഒന്നോർത്ത ഇത്തരം ശീലങ്ങളാ യഥാർത്ഥ കൂട്ടുകാർ. ഒരിക്കൽ കൂടെ കൂടിയാൽ പിന്നെ ഒരിക്കലും പിരിയില്ല. എന്നും കൂടെ തന്നെ കാണും അവസാനം വരെ. അപ്പം പിന്നെ പെട്ടെന്നങ്ങ് തള്ളിക്കളയാൻ പറ്റും. ഓ, തത്വങ്ങൾ എന്നും കൂടെയുള്ളതാണല്ലോ. തെറ്റാണെന്ന് സമ്മതിക്കാൻ വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. വേണ്ടാന്ന് പറയുന്നില്ല, ഇന്ന് വേണ്ട. पहला खुमा नया प्यार है नया इंतजार कर लो मैं क्या अपना ए दिले बेकरार मेरे दिले बेकरार तू ही बता पहला नशा पहला खुमा नया प्यार है नया इंतजार उड़ता ही फिरूं इन हवाओं में कहीं या मैं झूल जाऊं इन खटाओं में कहीं एक कर दूं आसमां जमीन कहो यारो क्या करूं क्या नहीं पहला नशा पहला घुमा नया प्यार है नया इंतजार कर लो मैं क्या अपना ए दिले बेकरार मेरे दिले बेकरार तू ही बता पहला नशा पहला घुमा नया प्यार है नया इंतजार അയാൾ എന്തു പറയുന്നു, നിന്റെ ആ കൂട്ടുകാരൻ? ഓ ജീവൻ, മൈ ഫ്രണ്ട്. അക്ഷരങ്ങളുടെ അങ്ങേത്തലക്കൽ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന, എനിക്ക് മറുപടി പറയുന്ന ഒരു ചാറ്റിംഗ് സുഹൃത്ത്. അതായിരുന്നു എനിക്ക് അയാൾ. വിരസമായ എൻ്റെ നിമിഷങ്ങൾക്ക് നിറം പകർന്നത് അവനായിരുന്നു. അവനോടത്തുള്ള നിമിഷങ്ങൾ അതെനിക്ക് നഷ്ടപ്പെടുത്താവുന്നതല്ല എന്ന് തോന്നി. അങ്ങനെയാണ് ആദ്യമായി തമ്മിൽ കാണണമെന്ന് തീരുമാനിച്ചത്. പക്ഷേ അതിന് തൊട്ടു മുമ്പ് നേരിൽ തിരിച്ചറിഞ്ഞു, അയാൾ എഴുതി അറിയിച്ചത് മുഴുവൻ അസത്യമായിരുന്നു
എന്തിന്? എന്നോട് പറഞ്ഞിരുന്ന പേര് പോലും അയാൾ ഒരിക്കലും എന്നെ നേരിൽ കാണുവാൻ ഇടവന്നില്ല. പിന്നീട് ഒരിക്കലും ഞാൻ അയാളെ തെരഞ്ഞുമില്ല. ചുരുക്കി പറഞ്ഞ ശരീരം പാപം ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷേ അതിനേക്കാൾ വലിയ തെറ്റാണ് വഴിമാറിപ്പോയ മനസ്സ്. ആ തെറ്റ് അതുതന്നെയായിരുന്നു എന്നെ, എൻ്റെ വഴികളെ മായ്ച്ചളഞ്ഞത്. തിരികെ എനിക്കും ചോദിക്കാലോ അല്ലേ? അവളോ? നിങ്ങൾക്കും ഉണ്ടായിരുന്നല്ലോ ഒരുവൾ, സുന്ദരിയായ ഒരു ഇളം പ്രായക്കാരി. ഉണ്ടായിരുന്നു, എന്നും ഉണ്ടാവുമെന്ന് കരുതിയതുമാണ്. കാണുമായിരുന്നു അവൾക്ക് വിവാഹപ്രായമാവുന്നതുവരെ. പിന്നെ അവളുടെ ജീവിതത്തിലേക്ക് മറ്റൊരുവൻ കടന്നു വന്നു, എന്നേക്കാൾ സുന്ദരനായ ഒരുത്തൻ. അവൾ ആ വഴിക്ക് കടന്നുപോയി, അവൻ്റെ കൈയും പിടിച്ച്, ഒന്ന് തിരിഞ്ഞു നോക്കുപോലും ചെയ്യാതെ. കൗണ്ടറിലെ രജിസ്റ്ററിൽ സൈൻ ചെയ്ത് ഇടപാടുകൾ തീർത്ത് പിന്തിരിയുന്നതിനിടെ അയാളുടെ കണ്ണുകൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു. ആ പുസ്തകത്തിൽ തലേന്ന് രാത്രി എഴുതിയ ആ വാക്ക് ഭാര്യ. വാസ്തവത്തിൽ ആ വാക്കൊരു സത്യമായിരുന്നു. ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുൻപ് നിയമപരമായ ബന്ധം വേർപിരിഞ്ഞ ഒരു വലിയ സത്യം. സർ ബില്ല്. ഹാപ്പി ജേണി സർ. താങ്ക് യു. ഓ സോറി. അവൻ്റെ കരുതൽ അവൾക്ക് മാത്രമോ, അവളുടെ പ്രണയം അവന് മാത്രമോ ഉള്ളതായിരുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞു. മറ്റു പലയിടങ്ങളിലെയും പോലെ അതുതന്നെയാവാം അവരെ തമ്മിൽ അകറ്റിയത്. തെറ്റിപ്പോയ വഴികളിൽ നിന്നും അവർ തിരിച്ചറിഞ്ഞ യാഥാർത്ഥ്യങ്ങൾ, പിന്നീടുള്ള വിരസമായ ഏകാന്തതയുടെ ദിനരാത്രങ്ങൾ, അപ്രതീക്ഷിതമായ ഈ കണ്ടുമുട്ടൽ. തമ്മിൽ കാണാത്തതുപോലെ കടന്നു പോകാൻ അവർക്ക് കഴിയില്ലായിരുന്നു. ഇപ്പോഴിതാ ഒരിക്കലും മറക്കാനാവാത്തൊരു രാത്രി പുലർന്നു വെളുത്തിരിക്കുന്നു. ഒരിക്കലും പിരിഞ്ഞകലാനാവാത്ത വിധം അത് മനസ്സുകളിൽ തമ്മിൽ ഇഴചേർത്തു കെട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ആ പ്രിയപ്പെട്ട ഗസൽ ഈ കൂട്ടുകാരൻ ഇതുവരെയും പിടിപെട്ടില്ലേ? പുതിയൊരാരും സ്ഥാനം കൈയടക്കില്ല അല്ലേ? ഐ മീൻ ന്യൂ സോങ്സ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിനേക്കാളും നല്ലതൊക്കെ ചിലപ്പോൾ നമ്മൾ കേട്ടു മറന്നിട്ടുണ്ടാവും. പക്ഷെ ചില ബന്ധങ്ങൾ അങ്ങനെയാ. ഒരു പ്രത്യേക ഇഷ്ടം ഒരിക്കൽ തോന്നിയാൽ പിന്നെ എത്ര മറക്കാൻ ശ്രമിച്ചാലും ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഒടുവിൽ സ്വയം തിരിച്ചറിയും, വേറൊന്നുമല്ല, അവർ ഓൺ ഫെയിലിയർ.
ആ ഒരേ ഒരു വിളിയിൽ എന്നേക്കുമായി ഒരു കൂടിച്ചേരൽ സാധ്യമാകുമെന്ന്